ഡോക്ടർക്ക് സുഖമില്ല. ഇന്ന് സൂക്കേടുകൾ ആരെയും പരിശോധിക്കുന്നില്ല. ഡോക്ടറുടെ സൂക്കേട് അറിയാൻ വന്നവരാണ് ഞങ്ങൾ. MLA-യും മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും വന്നിട്ടുണ്ടെന്ന് ചെന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർക്ക് രോഗം വന്നാലും നമ്മൾ വന്ന് അന്വേഷിക്കണമല്ലോ. ഞാൻ സ്ഥല MLA ആണ്. ഇദ്ദേഹം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി. ഇദ്ദേഹത്തെ സുഭാഷിന് മരിച്ച ദിവസം ആശുപത്രിയിൽ വെച്ച് കണ്ടു കാണുമല്ലോ. ഡോക്ടർ ഇരിക്കൂ. ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇല്ല, അത് ശരിയല്ല. നാട്ടിലും പത്രങ്ങളിലും ഡോക്ടറെ പറ്റി കുറെ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികൾ കയറി വരുമ്പോ എന്തിനാണെന്ന് മനസ്സിലാവില്ലേ? ഇപ്പൊ മനസ്സിലായി. ബ്രദറും സുഭാഷിനുമായി പ്രേമത്തിലായിരുന്നു. ആയിരുന്നു. അപ്പോ നിങ്ങൾക്കെതിരായ ആരോപണങ്ങളെല്ലാം ശരിയാണ്? ശരിയല്ല. എന്റെ സഹോദരൻ അമേരിക്കയ്ക്ക് പോയിട്ട് 5 മാസമായി. ശുഭയ്ക്ക് 3 മാസം ഗർഭമായിരുന്നു. 3 മാസം ഗർഭമേ ഉള്ളായിരുന്നെന്ന് ഇപ്പോ നിങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി പറയുന്നതല്ലേ? ഞാൻ സത്യം പറയുന്നു. അവൾക്ക് 3 മാസം ഗർഭമേ ഉള്ളായിരുന്നു എന്നുള്ളതിന് എന്താണ് തെളിവ്? ഇപ്പോ തെളിവൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം നടത്താതെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? സൂപ്രണ്ടിനെ സ്വാധീനിച്ച് നിങ്ങളത് സാധിച്ചു. ഓ, പോസ്റ്റ്മോർട്ടത്തിലൊന്നും കാര്യമില്ല. നിങ്ങൾ ഡോക്ടർമാരെ തന്നെയല്ലേ നടത്തുന്നത്? പിന്നെ MLA-മാരെ കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ ഒക്കുമോ? നിങ്ങൾ മര്യാദയായിട്ട് സംസാരിക്കണം. ഒരു MLA-യോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. ഓർമ്മയുണ്ട് സർ. തെറ്റായി ഒന്നും ഞാൻ പറഞ്ഞില്ല. ജനങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വം സുഭാഷിണിയെ കൊന്നുവെന്നാണ്. ചിലരങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ചില പത്രങ്ങൾ എഴുതി. എന്നെ അറിയാവുന്നവരോ ആശുപത്രിയിലുള്ളവരോ അങ്ങനെ വിശ്വസിക്കില്ല. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ജനഹിതമനുസരിച്ച് നമുക്ക് നീങ്ങാം. ശരി, നേരിട്ടൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. ജനങ്ങൾ പറയുന്നതിനെതിരായിട്ടൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വകുപ്പ് മന്ത്രിയെ ഞാനൊന്ന് കാണാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. സസ്പെൻഷൻ ഓർഡർ അല്ലേ? ഞാൻ അറിഞ്ഞിട്ട് വരികയാണ്. രാഷ്ട്രീയക്കാർ ഇടപെട്ടതാണ്. നീ സമാധാനിക്കൂ. എൻക്വയറി വരുമല്ലോ. എന്റെ ജീവിതം നശിച്ചു സുമിത്രേ. തന്റെ ഇടമായിരിക്കണം. എൻക്വയറിക്ക് പുറമെ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാവും. പക്ഷേ സത്യവും നീതിയും നിന്റെ ഭാഗത്താണ്. എനിക്ക് ഡ്യൂട്ടിയുണ്ട്. വൈകിട്ട് വീട്ടിൽ വന്ന് കാണാം.